ഹലോ, ഇപ്പോൾ ഒരു ബുക്കും പേനയൊക്കെ എടുത്തുകൊണ്ട് പോരൂ, കൂടെ സ്കെച്ചും വേണം. ഇന്ന് സ്കെച്ച് കൊണ്ടാണ് നമ്മൾ പടം വരയ്ക്കുന്നത്. സ്കെച്ച് മാത്രമല്ല, പെന്നും വേണം. അതുകൊണ്ട് സ്കെച്ച് നമ്മുടെ സൈഡായിട്ടുള്ളതാണ്. അതിന് വേണ്ടി ഞാനിവിടെ യെല്ലോയും ഓറഞ്ചും കളറുള്ള സ്കെച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ ലീഫിൻ്റെ ഡിസൈൻ, ലീഫെന്നോ കണ്ണിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയാം. കണ്ണ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ പണ്ട് വരയ്ക്കുന്നതല്ല, അതുപോലത്തെ ഒരു ഡിസൈനോ ഒക്കെ ആയിട്ട് വരാം. അത് ഫുള്ള് ഫില്ല് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അവിടെ ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. അടുത്തത് ഓറഞ്ച് സ്കെച്ച് കൊണ്ട് ഞാനങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും സ്കെച്ച് തീർന്നു പോയി. 2-3 ഇലയും കൂടി വരയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ സ്കെച്ച് ചത്തുപോയി ഗൈസ്. എൻ്റെ ചെറിയ സ്കെച്ച് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. 2 പടം വരയ്ക്കുമ്പോൾ തന്നെ അത് ഇങ്ങോട്ട് തീർന്നു പോകും. പിന്നെ നമ്മളൊരു ബ്ലാക്ക് പെന്നുകൊണ്ട് നമ്മളൊരു ലീഫാണ് വരയ്ക്കണത്. എന്നിട്ട് ആ ലീഫിൽ ഇങ്ങനെ വരയിടണം. അതും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ അകത്തിയായാലും അടുപ്പിച്ചായാലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാവുന്നതാണ്. ലീഫ് നമ്മൾ ആ സ്കെച്ചിൻ്റെ പുറത്തുകൂടി തന്നെ വരയ്ക്കണമെന്നില്ല. അതിൻ്റെ അരിയിൽ സൈഡിലൊക്കെ ആയിട്ടൊക്കെ വരുന്ന രീതിയിൽ വരച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു ഭംഗിയായിട്ടിരിക്കുന്നത്. പിന്നെ ലീഫ് വരയ്ക്കുമ്പോഴും എല്ലാം ഒരു സൈഡിലേക്ക് ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചും നീളത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. കുറച്ചും കൂടി സ്കെച്ച് കൊണ്ട് ലീഫ് വരച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയായേനെ. എൻ്റെ സ്കെച്ച് ഇവിടെ തീർന്നു പോയതുകൊണ്ടാണ് എനിക്കിതിൽ ഒതുക്കേണ്ടി വന്നത്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ലുക്ക്. എനിക്കൊരു ചെറിയ എസ്തറ്റിക് ലുക്കായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.